വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യുവൻസ് മീഡിയ. പാലക്കാട് മൊക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നെല്ലിയാമ്പതി താഴ്വാരമാണ്. സീതാർകുണ്ടിൻ്റെ ആ ഒരു കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഇറങ്ങി വെള്ളം ഇറങ്ങുന്ന ചൂട് ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ പാലക്കാട് മൊക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു കാഴ്ച നമ്മൾ ഇത് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി എനിക്ക് കൂടുതൽ സപ്പോർട്ട് വേണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ താഴ്വാരം എത്തിയിരിക്കുകയാണ്. മല ഇവിടെ എല്ലാം മാവിൻ തോട്ടമാണ്. മാവിൻ തോട്ടം ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പടന്നാണ്. മാമ്പഴമൊക്കെ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന പടന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം മാവിൻ തോട്ടമാണ്. ഫുള്ളും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മുതലമല പഞ്ചായത്തല്ലേ. മാംഗോ ഇതിനെ അറിയുന്നതേ മാംഗോ വില്ലേജ് എന്നാണ്. നമ്മളിവിടെ എൻട്രൻസിലൊക്കെ മാംഗോ വില്ലേജ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുന്നറിയിപ്പുകളൊക്കെ അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. ഒരു 100 മീറ്ററോളം ഉള്ളിലേക്ക് നടക്കാനുണ്ട്. ഇതാണ് നമ്മൾ നെല്ലിയാമ്പതി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണുന്ന വ്യൂ ഇവിടെ നിന്ന് ഇവിടെയായിരിക്കും. ആ നെല്ലിക്ക വരെയുള്ള സ്പോട്ട് ഈ കാണുന്ന ഇവിടെയാണ്. നമുക്ക് അങ്ങനെ നടക്കാം. പക്ഷെ ഒരു 100 മീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട്. അവിടെ നിന്നുള്ള ആ വെള്ളത്തിൻ്റെ ഒഴിവാണ് ഇവിടെ കാണുന്നത്. ആ റൂൾസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള അതിൻ്റെതായ രീതിയിൽ നമ്മൾ പോകണം. റൂൾസ് ലംഘിക്കാൻ ശരിക്കും പാടില്ല. ശരിക്കുന്നില്ല, ലംഘിക്കാനേ പാടില്ല. ഇത് നെമ്മാറ ഫോറസ്റ്റ് റേഞ്ചാണ് അല്ലേ? നെമ്മാറ റേഞ്ചാണ്. പക്ഷെ ഒരുപാട് പേര് എത്തുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എല്ലാവരും കാലത്ത് മോർണിംഗ് എത്തിക്കഴിഞ്ഞു. ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ അല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് ഒരുപാട് പേര് വന്നിരിക്കും. ഇവിടെ എല്ലാം ടി എൻ രജിസ്ട്രേഷൻ വണ്ടികളാണ്. എല്ലാം ടി എൻ രജിസ്ട്രേഷൻ. സൺഡേ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കുണ്ടാവും. മലയാളികളും തമിഴ്മാരും എല്ലാവരും സൺഡേ മലയാളികൾ തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ ഒരുപാട് ആളുകൾ തമിഴന്മാരല്ലാതെ വേറെയും കുറേ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഈ ടൂറിസ്റ്റ് കേന്ദ്രം ആർക്കും അത്ര സുലഭമല്ല. ഇവിടെ ഉള്ളവർക്ക് നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ അറിഞ്ഞു മാത്രം. വേറെ വെളിയിൽ നിന്നുള്ള വരുന്നവർക്കൊന്നും ഈ സ്പോട്ട് അറിയാൻ സാധ്യത കുറവാണ്. നമ്മൾ നെല്ലിയാമ്പതി വരുന്ന അതിൻ്റെ മുകൾ ഭാഗം നോക്കുന്നു, കാണുന്നു, പോകുന്നു. പക്ഷേ നെല്ലിയാമ്പതി താഴ്വാരം ഇത്രയും ഭംഗിയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇവിടെ ഫുള്ളും ഇവിടെ മാവിൻ തോട്ടമാണ്. മാവൊക്കെ പൂത്തുന്നു നോക്ക്. ശുദ്ധമായ വെള്ളം നല്ല ഒഴുക്കാണല്ലോ. അപ്പോൾ വെള്ളം അവിടെ എന്തായാലും ഉണ്ടാവും. ഞാൻ വെള്ളം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിലാണ് വന്നത്. നമുക്ക് വെള്ളം ഉണ്ടാവും. ഞാൻ എത്രയും ഒഴുക്ക് കാണുമ്പോൾ അവിടെ എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ. വെള്ളം ഒഴുകുന്നുണ്ട്.
നമ്മളവിടെ എത്താനായിട്ടുണ്ട്. ഇതാ ഈ കാണാൻ നല്ല വെള്ളത്തിൻ്റെ സൗണ്ട്, കളകളാ സൗണ്ട് കേൾക്കുന്നുണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ. ഇതൊക്കെ പാറക്കെട്ടുകളൊക്കെ കയറി ഇറങ്ങി അങ്ങ് പോകണം. ഞാൻ ഇവിടെ ഒരു യാത്രാ വിവരണം കറക്റ്റായി എഴുതി സഞ്ചാരി എന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അന്ന് ഒരു മഴയുടെ സീസണാണ് വന്നത്. അപ്പോൾ നല്ല മഴയും നല്ല വെള്ളച്ചാട്ടമായിരുന്നു. അത് ഒരുപാട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിച്ച വ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കണം കൊണ്ട് അതിലാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടി വന്നത്. ഇത് വരുന്ന വഴി വന്നിട്ട് കൊല്ലങ്കോട് നിന്ന് ചിങ്ങഞ്ചാറ റൂട്ട് കയറുക. പിന്നെ മാംഗോ വില്ലേജ് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കയറി വന്നാൽ സീതാർകുണ്ടിൻ്റെ എൻഡ് പോർഷനിൽ ഇവിടെ എത്താൻ പറ്റും. ഇത് താഴ്വാരത്ത് എത്താൻ പറ്റും. ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? നിലവിളിയും ആർപ്പിയൊക്കെ ഒരേ കളി. സൂര്യോദയമാണ് നമുക്ക് ഒരു മോർണിംഗ് 8 o'clock ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവിടെ ആൾക്കാർ നിറഞ്ഞു. പിന്നെ ഈ മോർണിംഗ് വ്യൂ അവർ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടുതലും ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെ കമ്പ്യൂട്ടറാണ്. ഇത് എർത്താണ്. ഇതിൽ അപ്പം ചെറുതായിട്ടൊരു എർത്ത് ഉണ്ടാകും. അപ്പോൾ ആനശല്യമൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ കെയർഫുള്ളായിട്ട് വേണം പോകണമെങ്കിൽ. കെയർഫുള്ളല്ല, ശരിക്കും പറഞ്ഞാൽ നിരോധിത മേഖല, ഇങ്ങോട്ട് നിരോധിത മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇവിടെ വന്നാൽ അതിൻ്റെ വ്യൂ കണ്ടിട്ട് പോവുക എന്നുള്ളൊരു ബേസിലാണ് വന്നത്. ഉണ്ടോ? നെന്മാറ ഫോറസ്റ്റ് ഡിവിഷനാണിത്. കൊല്ലങ്കോട് റേഞ്ചാണിത്. അതിൽ ടൂൾസ് ആൻഡ് പ്രൊഫഷനുകളും മെയിനായിട്ട് പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങൾ, ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഒന്നും ശരിക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാനേ അത് മുഴുവൻ എത്രയാണ് അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ കിടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് ഇത് ശരിയല്ല. അപ്പോൾ ഇത് ഏതിലൂടെയാണ് വെള്ളം വരുന്നത് കൺഫ്യൂഷനാണ്. കുറച്ച് ഇതിലൂടെയും വരുന്നത്, കുറച്ച് അതിലൂടെ എല്ലാത്തിലും കൂടി ഓരോത്തിൽ കൂടി വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കൂളിംഗ് ആയ ഒരു വെള്ളമാണിത്. നല്ല തണുപ്പാണ്, നല്ല തണുപ്പല്ലേ. ഇങ്ങനെ മലയിൽ നിന്ന് കുത്തൊലിച്ച് വരുന്ന ഫ്രഷ് വെള്ളമാണ്. ഒരു മലിനീകരണം പറഞ്ഞ കാര്യമില്ല, നമ്മളായിട്ട് മലിനീകരണം ഉണ്ടാക്കുകയാണ് ഇവിടെ. അല്ലാതെ വെള്ളത്തിനൊരു മലിനീകരണമില്ല.
സൂപ്പറായില്ലേ? ദയവ് ചെയ്ത് വരുന്നവർ പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇടാതിരിക്കുക. എല്ലാം ഓരോ പാറയിൽ നിന്ന് വെള്ളം ഉറവെടുത്ത് വരുന്ന പോലെയാണ്. പക്ഷെ മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അത് എല്ലാം ഓരോ പാറയിൽ നിന്ന് ഇടി കൂടെ ആയിട്ട് വരുന്നത്. പക്ഷേ ഇതിപ്പോൾ വെള്ളം കുറവാണ്. വെള്ളം കൂടുതലാണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് നിറഞ്ഞ് നല്ല വെള്ളമായിരിക്കും. എല്ലാ ഭാഗത്തു നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ആ ഭാഗത്തു നിന്നുണ്ട്, ഈ ഭാഗത്തു നിന്നുണ്ട്. ഒരേ പേര് അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഈ പ്ലാസ്റ്റിക് കുപ്പി ഇതാണ് പറയുന്നത്. നമുക്ക് വരുന്ന ആവശ്യമിലേക്ക് പോവുക. ഈ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവന്ന് ഇവിടെ ഇടുക. പ്ലാസ്റ്റിക് മലിനീകരണമാണ് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത്. നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി ചെയ്യുന്നില്ല. നമുക്ക് പരമാവധി കളയാൻ പറ്റുന്നത് ഞങ്ങൾ എടുത്ത് കളയുന്നുണ്ട്. അത് സേവ് ചെയ്ത് ഞങ്ങൾ കൊണ്ട് കളയും. അത് എടുക്കാൻ കിട്ടുന്നില്ല. അത് എടുക്കാൻ വേണ്ടി സംശയത്തിലാണ്. അയ്യോ മിസ്സായി. അത് നമുക്ക് റീയൂസ് ചെയ്യുക. നമുക്ക് ഇവിടെ ഇരുന്നത് ശരിയല്ല. അത് നമുക്കത് തുറന്നല്ലാം. നമുക്ക് എവിടെയും കൊണ്ടുപോയിട്ട് നല്ല നിശ്ചയ കേന്ദ്രങ്ങളിലോ ഫുള്ളും കടകളാ സൗണ്ട് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൽ ആ ചെരമ്പൽ മാത്രം നമുക്ക് കേൾക്കുന്നത്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു എവിടെ നോക്കിയാലും വെള്ളം. എവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പോകുന്ന വഴിയിൽ ചിലന്തി വല കണ്ടിരിക്കുന്നത്. മൊത്തം എന്താ പറയുക, ഫുള്ളും അത് മരം മൊത്തമാക്കിയിട്ട് സെറ്റായിട്ട് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെയ്യുന്ന പോലെ അല്ലേ. ഒരു കിളിക്കൂട് അതിൽ കണ്ടു, പക്ഷെ കിളിയില്ല. കിളിക്കൂട് കിളിയുണ്ടോ? കിളിയില്ല, മുട്ടയില്ലല്ലോ, ഒന്നുമില്ല. ഇല്ല വിരിഞ്ഞു പോയില്ല. കിളിക്കൂട് മാത്രമേ അതിൽ കണ്ട. ചെറിയൊരു കുരുവിയുടെ കൂടായിരിക്കും. അടയ്ക്കാപ്പക്ഷിയാ, അടയ്ക്കാത്തുരുവി എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ഒരു പ്രത്യേക എന്താണെന്ന് കിട്ടിയില്ല. ഇപ്പോൾ കാട്ടിൽ കാണാമായിരിക്കും. ചെറിയ പേരക്കയില്ല നമ്മുടെ, അതിൻ്റെ ഷേപ്പുണ്ട്. പക്ഷേ ആ പക്ഷേ കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഉണ്ടോ?
പൊളിച്ചു നോക്കുമ്പോ ഇതിനകത്തൊരു കുരുവാണ്. ആ, നമ്മുടെ ഈ എലഞ്ചിയുടെ ഒക്കെ ഏലഞ്ചി അതന്നെ എന്തോ ഒരു എന്തോ കായാണ്. കഴിക്കാൻ പറ്റുമോ നമുക്കറിയില്ല. വേണ്ട, നമ്മ അത് വിട്ടേക്കും. പക്ഷേ ഇതാ ഇവിടെ എലഞ്ചി ഉണ്ട്, എലഞ്ചി ആയിട്ടില്ല, അതാണ് പക്ഷെ അപ്പുറത്തേലും നിറച്ചുണ്ട്. ഈ മരം മൊത്തം എലഞ്ചി മരോ? എലഞ്ചി വട, പുളിമുട്ടായി എന്നൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മേടിക്കുന്ന ഇപ്പോഴും ഉണ്ട് ഇല്ല? അത് ഇപ്പോഴും സുലഭമായി കുട്ടികളുടെ ഫേവറേറ്റ് ആണ്. എലഞ്ചി പൊടി വരെ ഉണ്ട് ഇല്ലേ, ഒരു പാക്കറ്റിൽ കിട്ടും. അതിൻ്റെ കുരുവൊക്കെ കാണാം. ആ, പഴുത്തിട്ടില്ല, പഴുക്കണുള്ളൂ. അത് ടേസ്റ്റാ. ചെറിയ പുളിപ്പാ ആവണേ ഉള്ളൂ. പഴുത്ത നല്ല മധുരമാണ്. സൂര്യൻ നമ്മുടെ നെറുകയാണ്, നല്ല ചൂട്, ഉദിച്ചുയരല്ലേ. ആ ഓക്കെ, ആ ഒരു പുളിപ്പുണ്ട്. ഇപ്പോൾ ഒന്ന് സൺഡേ കാരണം നെല്ലിയാമ്പതിൽ ഒരുപാട് തിരക്കുണ്ടാവില്ലേ. പക്ഷെ നമുക്ക് ഈ മഞ്ഞില്ല എന്ന് വെച്ചാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടുത്തെ കാഴ്ച കാണാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു നമ്മളെ കാണും, നമുക്ക് അവരെ കാണാൻ പറ്റില്ല. നമ്മളെ കാണുമെന്ന് വെച്ചാൽ അവിടെ നോക്കിയാൽ നമുക്ക് ഈ ഇതൊക്കെ മാംഗോൻ്റെ ഇതൊക്കെ വെച്ചില്ലേ, ആ തോട്ടമൊക്കെ നമുക്ക് കറക്റ്റായി കാണാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ ആന ഇറങ്ങുന്ന പ്രദേശമാണ്. ആനയൊക്കെ ഇറങ്ങുന്ന പ്രദേശങ്ങളാണ്. കമ്പിവേലി, എർത്തിൻ്റെ കമ്പിവേലി കെട്ടി വെച്ചിരിക്കുക. നമ്മൾ യാത്ര അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് നടന്നു നീങ്ങാം. വണ്ടി അവിടെ തൊടുഭാഗത്താണ് വെച്ചിരിക്കുന്നത്, അതിലേക്ക് പോകണം. കുറച്ച് 100 മീറ്ററോളം നടക്കാണ്ട് പറഞ്ഞില്ലേ. 100 മീറ്റർ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഫീലാണ്. റവഞ്ചർ ട്രിപ്പ് തന്നെ പറയാം. പക്ഷെ നമ്മൾ വീഴുമല ട്രിപ്പ് പോയതിൻ്റെ അത്രയില്ല. എന്നാലും നമുക്കൊരു വെള്ളച്ചാട്ടം കാണണമെങ്കിൽ വെള്ളച്ചാട്ടം ആസ്വദിക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ വരാം. നമുക്ക് കുട്ടിൻ്റെ ബർത്ത്ഡേ പറയട്ടെ. അപ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കിട്ടിയിരിക്കുകയാണ് നമുക്ക്. സീതാർകുണ്ടിൻ്റെ താഴ്വാരത്തേക്ക് വന്നപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കിട്ടിയിരിക്കുകയാണ് കുട്ടികളുടെ. ഇതാണ് ആള്, വ്യക്തി. പേരെന്താണ് അവളുടെ? ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ പൂരം യാത്ര അവസാനിപ്പിക്കുകയാണ്. പാലക്കാട് നോക്കുമ്പോൾ യാത്രയെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അടിപൊളി പാലക്കാട് മുക്കുമൊലിയിൽ പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. സാനിങ്ങോട്ട് ആരും. ഗുഡ് ബൈ.